കൊല്ലം കൊട്ടാരക്കരയിലെ അവധൂതാശ്രമത്തിൽ പ്രതിദിനം നൂറുകണക്കിന് വിശ്വാസികൾ എത്താറുണ്ട്. ആശ്രമത്തിന് കോടികളുടെ ആസ്തിയുമുണ്ട്. അതിനാൽ തന്നെ അടുത്ത മഠാധിപതി ആരാകണമെന്ന കാര്യത്തിലും വലിയ തർക്കം നിലനിൽക്കുന്നു. അതിനിടെയാണ് ആശ്രമത്തിനുള്ളിൽ വെച്ച് ഒരു സ്വാമിക്ക് നേരെ ആക്രമണമുണ്ടായത്. രാമാനന്ദ ഭാരതി എന്ന സ്വാമിയെ മുളകുപൊടി വിതറി മർദ്ദിച്ചു വധിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ഒടുവിൽ പോലീസും നാട്ടുകാരും ചേർന്നാണ് സ്വാമിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടാൻ ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ നടക്കുന്നതായും പരാതിയിൽ പറയുന്നു. പെട്ടെന്ന് മുറിയിലേക്ക് കടന്നുവന്ന മുഖംമൂടി ധരിച്ച ഒരാൾ കണ്ണിൽ മുളകുപൊടി വിതറി തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് രാമാനന്ദ ഭാരതി സ്വാമിയുടെ മൊഴി. കഴുത്തിന് കുത്തിപ്പിടിച്ചെന്നും ആശ്രമം വിട്ടു പോകണമെന്നാവശ്യപ്പെട്ട് കമ്പുകൊണ്ട് മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയാണ് സ്വാമിക്ക് നേരെ വധശ്രമം ഉണ്ടായത്. പോലീസ് എത്തിയാണ് അദ്ദേഹത്തെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കണ്ണാടി അങ്ങ് തട്ടി കളഞ്ഞ് മുളകൊടിയാണ് എറിഞ്ഞിട്ട് കൊങ്ങായിക്ക് കുത്തി ഇത്തിരി പിടിച്ചോണ്ടിരുന്നു. ഇതുവരെ നീ പോലീസിൽ പറഞ്ഞ നിന്നെ കൊല്ലും, നീ ആശ്രമം വിട്ട് പോകണം. രാമാനന്ദ ഭാരതി അടുത്ത മഠാധിപതിയാകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദന കാരണം. തർക്കം നിലനിന്നിരുന്നതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി കോടതിയിൽ നിന്ന് സ്വാമി പോലീസ് സംരക്ഷണം നേടിയിരുന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും സ്വാമിയെ വകവരുത്തണമെന്ന് ചിലർ പറയുന്ന ശബ്ദ സന്ദേശം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വലിയൊരു ഭൂമാഫിയ ഉണ്ട് ഇതിന് പുറകിൽ. അതിനകത്ത് ഒരു ഹോട്ടൽ ഉടമ, തിരുവനന്തപുരത്തുള്ളൊരു വലിയ ഹോട്ടൽ ഉടമ ഇവിടെ വരാറുണ്ട്. വന്ന് ഇവർക്കെല്ലാം സമ്പത്ത് കൊടുക്കാറുണ്ട്. അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കാം. ഒരു ഐഡിയകൾ പ്ലാൻ ചെയ്യുന്ന ഒരു ബോഡിയാണ് എൻ്റെ ഉള്ളത്. എന്തൊക്കെ ചെയ്താൽ ഇയാളെ ആദ്യം ഇതിനകത്ത് കയറ്റണമെന്ന് അതിൽ പറയുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഇയാൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഇതിൽ കയറിയിട്ട് 2-3 മാസമായിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനുള്ള സ്വാമിക്ക് കൊണ്ട് ഈ ജയേന്ദ്രനുണ്ട്, ഈ മാനേജർക്കുണ്ട്. ഇവർ രണ്ടുപേരെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ പറഞ്ഞിരിക്കുന്നവർ. ആ സ്വാമിനെയാണ് മുറിക്കകത്ത് കയറി കഥവ് ചവിട്ടി പൊളിച്ചും അദ്ദേഹത്തിനെ കണ്ണിൽ മുളകുപൊടിയിട്ട് മുഖംമൂടിയിട്ട് വന്ന് അടിച്ചു എന്നാണ് പറയുന്നത്. ഇത് ശരിയുള്ള, അദ്ദേഹം വളരെ പ്രായമുള്ള ആളാണ്. ഭൂസ്വത്തുക്കളെല്ലാം ആശ്രമത്തിന് നൽകി 51 വർഷമായി ഇവിടെ സന്യാസ ജീവിതം നയിച്ചുവരുന്ന രാമാനന്ദ ഭാരതി ആശ്രമത്തിലെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളെയും പുറത്തുനിന്ന് അനാവശ്യ സന്ദർശകരുടെ വരവിനെയും ശക്തമായി എതിർത്തിരുന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരെ സന്യാസി വേഷം ധരിപ്പിച്ച് ആശ്രമത്തിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നും രാമാനന്ദ ഭാരതി സ്വാമിയുടെ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആശ്രമത്തിൽ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി. ന്യൂസ് 18 കൊട്ടാരക്കര.